Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു eggless pistachio cake ആണ്. Pistachio cake ന് ആവശ്യമുള്ള ingredients: 1 കപ്പ് മൈദ, അതിന്റെ കൂടെ 1 ടീസ്പൂൺ corn flour, 1/2 കപ്പ് pistachio പൊടിച്ചത്, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതി, 1 കപ്പ് ചൂടുള്ള പാൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ pistachio essence. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ബേക്കിംഗ് ട്രേ ആണ്, അല്ലെങ്കിൽ ഒരു കേക്ക് ടിൻ. ഇതൊരു 8 ഇഞ്ച് കേക്ക് ടിന്നാണ്. ഇതിന് ഞാൻ ബട്ടർ ചെയ്ത് ലൈൻ ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സിഫ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ മൈദ, കോൺഫ്ലോർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സീവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച പിസ്താഷ്യോ, പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓയിലും നമ്മുടെ എസൻസും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കപ്പ് ചൂടുള്ള പാലാണ്. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് റിലീസ് ചെയ്യാം. ഇത് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവൻ എപ്പോഴും പ്രീഹീറ്റഡ് ആയിരിക്കണം. അത് മാത്രമല്ല, താഴെയുള്ള ഗ്രില്ല് മാത്രം ഓണാക്കിയാൽ മതി. മേലെയും താഴെയും കൂടെ നമുക്ക് ബേക്കിങ്ങിന് ആവശ്യമില്ല. താഴെയുള്ള ഗ്രില്ല് മാത്രം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിപ്പോൾ ഓവനിൽ വയ്ക്കാം. ഇതിപ്പോൾ നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇതൊരു 25 മിനിറ്റ് എടുത്ത് എനിക്ക് ബേക്ക് ആവാനായിട്ട്. ഞാൻ 180 ഡിഗ്രീസിൽ മിഡിൽ റാക്കിൽ താഴത്തെ ഗ്രിൽ മോഡ് മാത്രമാണ് ഓണാക്കിയിരുന്നത്. 25 മിനിറ്റിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഞാനതൊന്ന് പ്ലേറ്റ് ചെയ്തു. നമുക്കിതൊന്ന് ചെറുതായി ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു വിപ്ഡ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പിസ്താഷ്യോ പൗഡർ. ഞാനിവിടെ ഒരു കുക്കി കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. കുക്കി കട്ടർ വെച്ച് സെൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ പിസ്താഷ്യോ പൗഡർ ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലൊരു നോസിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ജെൽ ഫുഡ് കളർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇനി വിപ്ഡ് ക്രീം ഫില്ല് ചെയ്യാണ്. ഈ വിപ്ഡ് ക്രീം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് പൈപ്പ് ചെയ്തിടാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു എഗ്ലെസ് കേക്കാണ്. ഒരുപാട് ക്രീമൊന്നുമില്ല. ഒരുപാട് ക്രീം ഇഷ്ടപ്പെടാത്തവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.